ഞാൻ പെറ്റ മകനെ എൻ കിളിയേ എന്ന് സ്വന്തം മകൻ്റെ ശവശരീരം മുഖത്തോട് ചേർത്ത് പിടിച്ച് ഒരു സാധാരണക്കാരിയായ നിരക്ഷരയായ ഒരു അമ്മ കരഞ്ഞ കരച്ചിൽ നമ്മുടെ ചെവിയിൽ നിന്നും ഒന്നും അങ്ങനെ പോയിട്ടില്ല. പറഞ്ഞു വരുന്നത് കേരള കലാലയ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ അധ്യായങ്ങളൊന്നായിരുന്ന മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റെ കൊലപാതകത്തെക്കുറിച്ചാണ്. ഇടുക്കിയിലെ വട്ടവട എന്നൊരു കുഗ്രാമത്തിൽ നിന്നും പഠിക്കാനായി ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളോടെ എറണാകുളത്തെ മഹാരാജാസിലെത്തിയ അഭിമന്യു എന്ന ദളിത് യുവാവിൻ്റെ ജീവൻ പൊലിഞ്ഞത് SDP എന്ന് പറയുന്ന തീവ്ര ഇസ്ലാമിക പാർട്ടിയുടെ കൊലയാളികളുടെ കത്തിക്കിരയായത് ചുവരെഴുത്തിനെ ചൊല്ലി തുടർന്നൊരു തർക്കത്തിന്റെ പുറത്തായിരുന്നു. എന്താണ് SDP എന്നും എന്താണ് ക്യാമ്പസ് ഫ്രണ്ട് എന്നും അടിവരയിടുന്ന സംഭവമായിരുന്നു അഭിമന്യുവിന്റെ കൊലപാതകം. ഒരു കുടുംബത്തിന്റെ ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന അഭിമന്യുവിനെ ഇല്ലാതാക്കിയത് ക്യാമ്പസ് ഫ്രണ്ട് SDP സംഘമാണെന്ന് കൃത്യമായ അന്വേഷണ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ കേസെങ്ങും എത്തിയില്ല എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ കാലം കടന്നു പോകുമ്പോൾ ആ ചോരയുണങ്ങാത്ത സ്മരണകൾക്ക് മുന്നിൽ രാഷ്ട്രീയമായ ഒത്തുതീർപ്പുകളുടെയും വോട്ട് ബാങ്ക് തന്ത്രങ്ങളുടെയും നിഴൽ വീഴുന്നത് ജനാധിപത്യ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കേണ്ടതുണ്ട്. അഭിമന്യുവിനെ കൊന്നവർക്ക് 10 വോട്ട് കിട്ടിയാൽ ഞങ്ങൾ കൈ കൊടുക്കും എന്നുള്ളതാണ് CPMന്റെ ഇപ്പോഴത്തെ നിലപാട്. അഭിമന്യുവിന്റെ കൊലപാതകത്തിന് പിന്നിലെ വർഗീയ ശക്തികളെ തള്ളിപ്പറയാൻ CPM എന്ന പ്രസ്ഥാനം അന്ന് കാട്ടിയ ആർജവം എന്നായാലും ഇന്ന് സംശയത്തിന് നിഴലാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നേമത്തെ SDP പിന്തുണ തള്ളാതെ LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി രംഗത്ത് വന്നതും ശിവൻകുട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മിണ്ടാതെ പോയതും അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചതുമൊക്കെ എത്രത്തോളം രാഷ്ട്രീയ അപജയമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ SDP ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ BJP ജയിച്ചുകൂടാ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ശക്തികളുണ്ടെന്നും BJP ഞങ്ങൾ ശക്തമായി എതിർക്കുമെന്ന് കണ്ടപ്പോൾ ഞങ്ങളോട് യോജിപ്പോ സഹകരണമോ ഇല്ലാത്ത ചിലർ BJPയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്നും BJP ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന നിരവധി കക്ഷികളുണ്ട്. രാഷ്ട്രീയമായി ഞങ്ങളോട് യോജിപ്പില്ലാത്ത സഹകരിക്കാത്ത ചില ആളുകൾ BJPയെ പരാജയപ്പെടുത്താൻ LDF ആണ് BJPയെ നേരിടാൻ ശരിയായ രീതിയിൽ മുന്നിട്ടിറങ്ങിയതെന്ന് വരുമ്പോൾ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ടാകാം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് SDP വോട്ടുകൾ വേണ്ട എന്ന് അവർ പറയുന്നില്ല. പക്ഷേ BJP മാത്രം ഫാസിസ്റ്റ് പാർട്ടിയാവുകയും ബാക്കിയുള്ള SDP മറ്റേ ഏതെങ്കിലും വർഗീയ ശക്തികളുടെ വോട്ടിംഗ് പോരട്ടെ എന്ന് പറയുന്ന ഇരട്ടത്താപ്പാണ് ഇരട്ടച്ചങ്കൻ്റെ ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. BJP മാത്രം ഫാസിസം ആവുകയും വോട്ട് കിട്ടുന്ന SDP വോട്ടൊന്നും പുളിക്കാതാവുന്ന ഒരു പ്രത്യേക ഏക്ഷനിലുള്ള നിലപാടാണ് നമുക്ക് പറയേണ്ടി വരും. അതേപോലെ തെരഞ്ഞെടുപ്പിൽ SDP വോട്ട് വേണ്ടെന്ന് എന്തിനു പറയണം എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് അഭിമന്യുവിനെയൊക്കെ അങ്ങ് മറന്നുപോയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ വോട്ട് വേണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ പ്രതിരോധം. അതായത് ഇതേ ജമാഅത്തെ ഇസ്ലാമിയെ മുൻപ് അവരുടെ വെൽഫെയർ പാർട്ടി LDFനെ പിന്തുണച്ചപ്പോൾ അവരെ മതേതരവാദികളായി പ്രഖ്യാപിച്ച അതേ CPM ഇപ്പോൾ ആ മാനദണ്ഡങ്ങളൊക്കെ മറന്നിപ്പോൾ സംസാരിക്കുകയാണ്. നോക്കൂ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും അല്ലെങ്കിൽ SDP ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ പാർട്ടികളെ അതിൽ നിന്ന് കിട്ടുന്ന 10 വോട്ടുകളെ വേണ്ട എന്ന് വെക്കുന്നതാണ് രാഷ്ട്രീയം. അല്ലാതെ ഞങ്ങളുടെ ആളിനെ വോട്ട് കിട്ടി ഞങ്ങൾക്ക് ജയിക്കാൻ ആരോടും ഞങ്ങൾ കൈകൊടുക്കുമെന്ന് പറയുന്നത് ശരിയല്ല. ഏറ്റവും പ്രധാനമായും ജമാഅത്തെ ഇസ്ലാമിയുമായും വെൽഫെയർ പാർട്ടിയുമൊക്കെയായി UDF കൈകൊടുക്കാൻ പോകുന്നറിഞ്ഞപ്പോൾ അവർ ഫാസിസത്തിന് വേണ്ടി കൈകൊടുക്കുന്നു എന്ന് പറഞ്ഞ് ക്യാപ്സ്യൂൾ ഇറക്കിയ ആളുകൾക്ക് ഇനി അത് സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു വശത്ത് വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം പ്രഖ്യാപിക്കുകയും മറുവശത്ത് അതേ വർഗീയതയുടെ വക്താക്കൾ നൽകുന്ന വോട്ടിനായി മൗനം പാലിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇരട്ടത്താപ്പാണ്. SDP വർഗീയ പാർട്ടിയാണെന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്നത് പ്രത്യയശാസ്ത്രപരമായ വ്യക്തതയേക്കാൾ അധികാരലബ്ധിക്കാണ് പാർട്ടി മുൻഗണന നൽകുന്നതെന്നതിൻ്റെ കൃത്യമായ തെളിവാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകനെ നെഞ്ചിൽ വാൾ കുത്തിയിറക്കിയവരുടെ പ്രത്യയശാസ്ത്രപരമായ പിന്തുണ സ്വീകരിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറാകുന്നത് ആ രക്തസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. വർഗീയത തുലയട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ച് വീണുപോയ ഒരാളുടെ പ്രസ്ഥാനം അതേ വർഗീയതര വോട്ടുകൾക്കായി കണക്കുകൂട്ടലുകൾ നടത്തുന്നത് പോലും രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. UDFനെ വിമർശിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ മറയാക്കുന്നവർ സ്വന്തം പാളത്തിലേക്ക് വരുന്ന തീവ്രവാദ വോട്ടുകളെ വിശകലനം ചെയ്യേണ്ട വിഷയമായി തരം താഴുന്നത് വിരോധാഭാസമാണ്. വോട്ടിന് മതമില്ലായിരിക്കാം, പക്ഷേ വോട്ട് നൽകുന്നവരുടെ കൈകളിൽ പുരണ്ട രക്തത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് വോട്ട് ബാങ്കുകളാണെന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ഒരു പ്രസ്ഥാനം വളർന്നു വന്ന അടിത്തറയും അത് മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകളും വിസ്മരിച്ചുകൊണ്ടുള്ള കൂട്ടുപിടിക്കലുകൾ ആ പ്രസ്ഥാനത്തിൻ്റെ വിശ്വസനീയത തകർക്കും. അഭിമന്യുവിനെ പോലെ ആയിരക്കണക്കിന് യുവാക്കൾ വിശ്വസിച്ച പ്രസ്ഥാനം അവരുടെ ബലിദാനങ്ങളെ കേവലം അധികാരത്തിലേക്കുള്ള ചവിട്ടുപടികളായി മാറ്റുകയാണ് ചെയ്യുന്നത്. വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് അവരെ കൂടുതൽ ശക്തിപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ. ലക്കും ലഗാനുമില്ലാത്ത ഈ വോട്ട് തേടൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കേരള സമൂഹത്തിൽ ഉണ്ടാക്കും. രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കുന്നത് സ്മാരകൾ പണിതുയർത്തി മാത്രമല്ല, അവർ ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ടുകൂടിയായിരിക്കണം. അധികാരത്തിന് വേണ്ടി ആയുധം ഉപേക്ഷിക്കാത്ത തീവ്ര നിലപാടുകാരുമായി നടത്തുന്ന നിശബ്ദമായ ഇത്തരം സന്ധികൾ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയും രാഷ്ട്രീയത്തിലെ ധാർമ്മികമായ അന്തസ്സിനെ ഇല്ലാതാക്കുകയും ചെയ്യും.
അഭിമന്യുവിൻ്റെ അമ്മ അന്ന് നെഞ്ചുപൊട്ടി ഞാൻ പറ്റ മകനെ എൻ കിളിയെ എന്ന് വിളിച്ച് അഭിമന്യുവിൻ്റെ മൃതശരീരം സ്വന്തം മുഖത്തോട് ചേർത്ത് പിടിച്ച് കരഞ്ഞ് നിലവിളിച്ചത്, അതിൻ്റെ വേദന നമുക്കിന്നുമുണ്ട്. ആ അമ്മയോട് നിങ്ങൾ ഇനി എന്ത് സമാധാനം പറയും എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. അഭിമന്യുവിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും ക്യാമ്പസിലെ വർഗീയ രാഷ്ട്രത്തിനെതിരെ നിലപാടെടുക്കുകയും ചെയ്ത SFIക്കാരുണ്ട്, CPMകാരുണ്ട്, DYFIക്കാരുണ്ട്. ഇവരൊക്കെ ഇനി എന്ത് ക്യാപ്സൂൾ പറഞ്ഞാലാണ് അവരെയൊക്കെ ഒന്ന് വിശ്വസിപ്പിക്കാൻ സാധിക്കുക എൻ്റെ സഖാക്കളെ?